ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട നമ്മുടെ തനി നാടൻ കേരള സ്റ്റൈൽ മാങ്ങ അച്ചാറാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1.5 കിലോയോളം പച്ചമാങ്ങ കഴുകി വാരി വെച്ചിട്ടുണ്ട്. നമുക്കാദ്യം അതെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പുളിയുള്ള മാങ്ങ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ചില മാങ്ങയ്ക്ക് തൊലിക്ക് ഭയങ്കര ചവർപ്പും കയ്പും ഉള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ നമുക്കിത് അച്ചാറിട്ട ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കയ്പുള്ള മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം വേണം അച്ചാറിടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കിലോ മാങ്ങയായിരുന്നു കട്ട് ചെയ്യാൻ എടുത്തിരുന്നത്. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 1 കിലോയോളം ഉണ്ട്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് 1 കിലോയ്ക്കുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു 8 മണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയെല്ലാം ഉപ്പൊക്കെ പിടിച്ച് നല്ല പാകത്തിനായിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ഏകദേശം 150 ml നല്ലെണ്ണ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 100 ഗ്രാം വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ഇതൊന്ന് പകുതി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നോടം വരെ നമുക്കൊന്ന് മൂപ്പിക്കണം. കാരണം ഇത് ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കടിച്ച് കിടക്കും. ഇപ്പോൾ ഇത് ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഒരുപാട് എരിവ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടതില്ല. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി തീ താഴ്ത്തി വെച്ച് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിച്ചത് 1 ടീസ്പൂൺ, കടുക് പൊടിച്ചത് 1 ടീസ്പൂൺ, കായം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ. കായമൊന്നും ഒരുപാട് ചേർക്കണ്ട. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നോടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. തീ ഓഫാക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പം ഉപ്പൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന നമ്മുടെ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്ത് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ഒരിക്കലും മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ തീ കത്തിക്കരുത്. തീ കത്തിച്ച് കഴിഞ്ഞാൽ മാങ്ങ വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ വേറൊരു ടേസ്റ്റാണ് വരിക. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം ഒരു 75% തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പം ഒരു ചെറു ചൂടുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മാങ്ങ നന്നായിട്ട് തണുത്ത് പോയെങ്കിൽ നിങ്ങളൊരു ചട്ടി വെച്ച് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വിനാഗിരി ഒഴിച്ച് അതിൻ്റെ തണുപ്പ് മാറി കഴിഞ്ഞ് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നമ്മുടെ മാങ്ങ
വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിലോട്ട് നമുക്ക് അച്ചാർ മാറ്റി വെക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ 1-2 ടീസ്പൂൺ നല്ലെണ്ണ ഒന്ന് ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അച്ചാർ പൂത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.